എന്താണത്? എന്താ പ്രണവേ നീ കാണിക്കുന്നേ? ശിവാനിയുടെ വാക്കും കേട്ട് ഞാൻ കോടതിയിൽ വെച്ച് നിങ്ങളെ ആവശ്യമില്ലാത്ത പലതും പറഞ്ഞു പോയി ഏട്ടത്തി. വസുന്ധരാന്റി എന്റെ അടുത്ത് കള്ളം പറഞ്ഞു. അവരെ വിശ്വസിച്ച് പോയതായിട്ടാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സത്യം പറഞ്ഞ നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഏട്ടനും ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം. ഒന്ന് പോടാ അവിടുന്ന്. ഈ ചെക്കന്റെ ഒരു കാര്യം വലിയ ക്ഷമ പറച്ചിൽ കയറി വന്നിരിക്കുന്നു. നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? എടാ, ഞങ്ങൾ അതൊക്കെ അപ്പോഴേ മറന്നതാ. നീ ഇനി അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ടടാ. അല്ല, അമ്മയും വരുമെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് നീ എന്താ തനിച്ചു വന്നേ? അമ്മയുടെ എന്താ പ്രണവേ, പ്രശ്നം എന്താ? നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പവും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താടാ? അമ്മയ്ക്ക് അസുഖമല്ലോ ആണോ? അസുഖമൊന്നും അല്ല. പ്രശ്നം ഉണ്ടാക്കിയത് വസുന്ധരാന്റിയാ. അമ്മയിട്ട് പൂട്ടിയിട്ട് താക്കോലോട്ട് വസുന്ധരാന്റി പോയി. എന്തോടാ നീ പറയുന്നത്? ഇത്രയൊക്കെ ഉണ്ടായിട്ടും കൈയും കെട്ടി നോക്കി നിന്നോ നീ? എന്റെ പൊന്നിയേട്ട, എന്റെ നിസ്സഹായ വസ്തു ഒന്ന് മനസ്സിലാക്ക്. ഇതൊക്കെ ചെയ്ത് ശിവാനി ആയിരുന്നെങ്കിൽ അവളെ ചെപ്പയടിക്കാൻ പൊട്ടിച്ചാനെ. ഒന്നും നോക്കത്തില്ലായിരുന്നു. ഇതിപ്പം വസുന്ധരാന്റി അല്ലേ ചെയ്തിരിക്കുന്നേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആന്റി ഇത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ഗൗതം? അമ്മ നിങ്ങളെ കേസിൽ സഹായിച്ചു, അത് തന്നെയാണ് കാര്യം. അമ്മ കൊന്നുകളയാനുള്ള ദേഷ്യമുണ്ട് ആന്റിക്കിപ്പോ. ഞാൻ ഡോറും പൊളിച്ച് അമ്മയെ പുറത്തിറക്കാൻ വേണ്ടി കരുതിയതാ. പക്ഷെ അമ്മ ഒരേ വാശിയിലെടുത്തി. നിങ്ങൾ ചെന്നാലേ അമ്മ പുറത്തിറങ്ങുള്ളൂ. എന്നിട്ടിപ്പോ ശിവാനി ആന്റി അവിടെ ഉണ്ടോ? ഇല്ല, ഞാൻ ഓഫീസിലേക്ക് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിന് എനിക്ക് പകരം ശിവാനിയും കൂടി ഓഫീസിലേക്ക് പോയിരിക്കുക. ഏട്ടാ, അത്യാവശ്യമായിട്ട് ഏട്ടൻ ഇപ്പൊ വീട്ടിലേക്ക് വരണം. നിങ്ങൾ വന്നാൽ മാത്രമേ അമ്മ റൂമിൽ നിന്ന് പുറത്തോട്ട് വരത്തുള്ളൂ. നോക്ക് ഗൗതം, ഇപ്പൊ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഗൗതം നോക്കി നടത്തിയ ഓഫീസും അമ്മ പൊന്നുപോലെ കൊണ്ടു നടന്ന ആ കുടുംബവും വഴിയാധാരം ആവാൻ പോവാ. മനസ്സിലെ വിരോധവും സങ്കടവും എല്ലാം ഒന്ന് മാറ്റിവെക്ക്. തീരുമാനം എടുക്കേണ്ട സമയമാണിത്. അല്ലെങ്കിൽ എല്ലാം തകരും.